അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റ ശേഷം അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ സ്വീകരിച്ച കർശന നിലപാടുകൾ ലോകമെമ്പാടുമുള്ള കുടിയേറ്റ സമൂഹത്തെ ആശങ്കയിലാഴ്ത്തിയിരുന്നു. ഇതിന്റെ ഭാഗമായി 2025 ജനുവരി 20 മുതൽ ജൂലൈ 22 വരെയുള്ള കാലയളവിൽ 1700 ഇന്ത്യക്കാരെയാണ് US ഇന്ത്യയിലേക്ക് നാടുകടത്തിയത്. ഈ കണക്കുകൾ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ലോക്സഭയിൽ വെളിപ്പെടുത്തിയതോടെയാണ് ഈ വിഷയം വീണ്ടും ദേശീയ തലത്തിൽ ചർച്ചയായത്. കനിമൊഴി കരുണാനിധി MP-യുടെ ചോദ്യത്തിന് മറുപടിയായാണ് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് ഈ വിവരങ്ങൾ പങ്കുവച്ചത്. പഞ്ചാബിൽ നിന്ന് നാടുകടത്തപ്പെട്ട 1700 ഇന്ത്യക്കാരിൽ ഭൂരിഭാഗവും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ്. പഞ്ചാബിൽ നിന്നുള്ള 620 പേർ, ഹരിയാനയിൽ നിന്നുള്ള 604 പേർ, ഗുജറാത്തിൽ നിന്നുള്ള 242 പേർ എന്നിവരെയാണ് ഈ കാലയളവിൽ തിരിച്ചയച്ചത്. നാടുകടത്തപ്പെട്ടവരിൽ 1562 പേർ പുരുഷന്മാരും 141 പേർ സ്ത്രീകളുമാണ്. യാത്രാ വിമാനങ്ങൾ, സൈനിക വിമാനങ്ങൾ, US എമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് ഏർപ്പെടുത്തിയ ചാർട്ടർ വിമാനങ്ങൾ എന്നിവ ഉപയോഗിച്ചാണ് ഇവരെ ഇന്ത്യയിൽ എത്തിച്ചത്. 767 പേരെ യാത്രാ വിമാനങ്ങളിലും 353 പേരെ സൈനിക വിമാനങ്ങളിലും 231 പേരെ ചാർട്ടർ വിമാനങ്ങളിലും തിരിച്ചയച്ചതായും കണക്കുകൾ വ്യക്തമാക്കുന്നു. നാടുകടത്തുന്ന ഇന്ത്യക്കാരോട് US അധികൃതർ മനുഷ്യത്വരഹിതമായ സമീപനം സ്വീകരിക്കുന്നുവെന്ന ആരോപണങ്ങൾക്കും കേന്ദ്ര സർക്കാർ മറുപടി നൽകി. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവരെ തിരിച്ചയക്കുന്നതായി നിരവധി പരാതികൾ ലഭിച്ചിട്ടുണ്ടെന്ന് വിദേശകാര്യ സഹമന്ത്രി പറഞ്ഞു. കൂടാതെ ഇന്ത്യക്കാരുടെ മതപരമായ ആചാരങ്ങളെ ബാധിക്കുന്ന തരത്തിലുള്ള ഇടപെടലുകളും നടന്നതായി ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. ഈ വിഷയങ്ങളിൽ US അധികൃതരുമായി ചർച്ച നടത്തിയതായും ഇത്തരം നടപടികൾ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടതായും മന്ത്രി ലോക്സഭയെ അറിയിച്ചു. അനധികൃതമായി US-ലേക്ക് കടക്കാൻ ഇന്ത്യക്കാരെ സഹായിക്കുന്നുവെന്ന് ആരോപിച്ച് ഏതാനും ഇന്ത്യൻ ട്രാവൽ ഏജൻസികൾക്കും ബന്ധപ്പെട്ട വ്യക്തികൾക്കും US അധികൃതർ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 2022 അമേരിക്കൻ സർക്കാർ തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടിൽ 2.2 ലക്ഷം ഇന്ത്യക്കാർ മതിയായ രേഖകളില്ലാതെ US-ൽ താമസിക്കുന്നതായി കണ്ടെത്തിയിരുന്നു. ഈ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ ട്രംപിന്റെ ഭരണകൂടം കൂടുതൽ കർശന നിലപാടുകൾ സ്വീകരിക്കാൻ തുടങ്ങിയത്. ഡൊണാൾഡ് ട്രംപിന്റെ ആദ്യ പ്രസിഡന്റ് ഭരണകാലത്തും അനധികൃത കുടിയേറ്റക്കാരെ നാടുകടത്തുന്നതിൽ അദ്ദേഹം കർശന നിലപാടുകൾ സ്വീകരിച്ചിരുന്നു. അമേരിക്ക ഫസ്റ്റ് എന്ന അദ്ദേഹത്തിന്റെ നയത്തിന്റെ ഒരു പ്രധാന ഭാഗമായിരുന്നു ഇത്. നിലവിൽ US നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധികളും തൊഴിലില്ലായ്മയും കണക്കിലെടുക്കുമ്പോൾ അനധികൃത കുടിയേറ്റം നിയന്ത്രിക്കുന്നത് ദേശീയ താൽപര്യങ്ങൾക്ക് അത്യന്താപേക്ഷിതമാണെന്ന് ട്രംപ് വിശ്വസിക്കുന്നു. രേഖകളില്ലാത്ത കുടിയേറ്റക്കാർ രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും സാമ്പത്തിക ഭദ്രതയ്ക്കും ഭീഷണിയാണെന്ന് അദ്ദേഹം തന്റെ പ്രചാരണ റാലികളിൽ ആവർത്തിച്ചു പറഞ്ഞിരുന്നു. ഈ വിഷയത്തിൽ ട്രംപിന്റെ നയം വ്യക്തമാണ്. മതിയായ രേഖകളുള്ളവർക്ക് മാത്രം രാജ്യത്തേക്ക് പ്രവേശനം നൽകുക, അനധികൃതമായി താമസിക്കുന്നവരെ നാടുകടത്തുക. ഇതിന്റെ ഭാഗമായി US മെക്സിക്കോ അതിർത്തിയിൽ മതിൽ നിർമ്മിക്കാനും അദ്ദേഹം ശ്രമിച്ചിരുന്നു. ഈ നയങ്ങൾ മനുഷ്യാവകാശ സംഘടനകളുടെയും ലിബറൽ വിഭാഗത്തിന്റെയും കടുത്ത വിമർശനങ്ങൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട്. എന്നിരുന്നാലും തന്റെ നയങ്ങൾ രാജ്യത്തിന്റെ ഭാവിക്കും സുരക്ഷയ്ക്കും അനിവാര്യമാണെന്ന നിലപാടിൽ ട്രംപ് ഉറച്ചു നിൽക്കുന്നു. US-ൽ നിന്നും തിരിച്ചയക്കുന്ന ഇന്ത്യക്കാരുടെ കാര്യത്തിൽ ഇന്ത്യൻ സർക്കാർ ശക്തമായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. മനുഷ്യത്വരഹിതമായ സമീപനത്തിനെതിരെ US അനധികൃതരുമായി നിരന്തരമായി ബന്ധപ്പെടുന്നുണ്ടെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ നാടുകടത്തൽ നടപടികൾ US സർക്കാരിന്റെ ആഭ്യന്തര കാര്യമായതിനാൽ ശക്തമായ ഇടപെടലുകൾ നടത്താൻ ഇന്ത്യക്ക് പരിമിതികളുണ്ട്. ഇന്ത്യൻ പൗരന്മാർ അനധികൃതമായി വിദേശ രാജ്യങ്ങളിൽ കുടിയേറുന്നത് തടയാൻ ട്രാവൽ ഏജൻസികളുടെ മേൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതടക്കമുള്ള നടപടികളെക്കുറിച്ച് സർക്കാർ ആലോചിക്കുന്നുണ്ട്. വിദേശകാര്യ മന്ത്രാലയം നൽകിയ വിവരങ്ങൾ അനുസരിച്ച് അനധികൃത കുടിയേറ്റം പ്രോത്സാഹിപ്പിക്കുന്ന ചില ഏജൻസികൾക്കെതിരെ US അധികൃതർ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇതേ തുടർന്ന് ഇന്ത്യയും ഇത്തരം ഏജൻസികൾക്കെതിരെ നടപടിയെടുക്കാൻ സാധ്യതയുണ്ട്. അമേരിക്കൻ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ശ്രമിച്ച ആയിരക്കണക്കിന് ഇന്ത്യക്കാർക്ക് ട്രംപിന്റെ ഈ കർശന നയങ്ങൾ തിരിച്ചടിയായിരിക്കുകയാണ്. ഇത് ഇന്ത്യയുടെ സാമ്പത്തിക സാമൂഹിക രംഗങ്ങളിലും പ്രതിഫലനങ്ങൾ ഉണ്ടാക്കിയേക്കാം. ട്രംപിന്റെ ഭരണകാലത്ത് ഇത്തരം നാടുകടത്തലുകൾ ഇനിയും വർദ്ധിക്കുമോ എന്ന് ഉറ്റുനോക്കുകയാണ് ലോകം. ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള കുടിയേറ്റ സമൂഹത്തിന് ഇതൊരു വലിയ വെല്ലുവിളിയാണ്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിൽ നിന്ന് മെച്ചപ്പെട്ട ജീവിതം തേടി അമേരിക്കയിലേക്ക് കുടിയേറുന്നവർക്ക് ട്രംപിന്റെ നയങ്ങൾ വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. അനധികൃതമായി രാജ്യത്ത് പ്രവേശിച്ചവർക്ക് നേരെ മാത്രമല്ല, വിസ കാലാവധി കഴിഞ്ഞതിന് ശേഷവും രാജ്യത്ത് തുടരുന്നവർക്കെതിരെയും ട്രംപ് ശക്തമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. ഈ നയങ്ങൾ കാരണം നിരവധി ഇന്ത്യൻ കുടുംബങ്ങൾ ശിഥിലമായി. US-ൽ ജോലി ചെയ്യുന്നതിനിടെ നാടുകടത്തപ്പെട്ടവർക്ക് തിരികെ ഇന്ത്യയിലെത്തുമ്പോൾ പുതിയൊരു ജീവിതം കെട്ടിപ്പടുക്കുന്നത് പലപ്പോഴും ബുദ്ധിമുട്ടുള്ള കാര്യമായി മാറുന്നുണ്ട്. ഡൊണാൾഡ് ട്രംപിന്റെ ഈ കുടിയേറ്റ നയങ്ങൾക്ക് രാഷ്ട്രീയപരമായി വലിയ പിന്തുണയും ലഭിക്കുന്നുണ്ട്. അമേരിക്കൻ ജനതയിൽ വലിയൊരു വിഭാഗം ഈ നിലപാടുകളെ പിന്തുണയ്ക്കുന്നു. അനധികൃത കുടിയേറ്റം രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്കും തൊഴിൽ വിപണിക്കും ഭീഷണിയാണെന്ന് ഇവർ വിശ്വസിക്കുന്നു. എന്നാൽ മനുഷ്യാവകാശ സംഘടനകളും ഡെമോക്രാറ്റിക് പാർട്ടിയും ട്രംപിന്റെ നയങ്ങളെ രൂക്ഷമായി വിമർശിക്കുന്നുണ്ട്. കുടിയേറ്റക്കാരെ മനുഷ്യത്വരഹിതമായി കൈകാര്യം ചെയ്യുന്നത് അന്താരാഷ്ട്ര മനുഷ്യാവകാശ നിയമങ്ങളുടെ ലംഘനമാണെന്ന് ഇവർ വാദിക്കുന്നു. ഈ തർക്കങ്ങൾക്കിടയിലും ട്രംപിന്റെ നയങ്ങൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ അടിത്തറയെ ശക്തിപ്പെടുത്തുന്നുണ്ട്. നാടുകടത്തപ്പെട്ട പല ഇന്ത്യക്കാരും, പ്രത്യേകിച്ച് പഞ്ചാബ്, ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാന
സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ വലിയ തുക മുടക്കിയാണ് അമേരിക്കയിലേക്ക് കുടിയേറിയത്. അനധികൃത ഏജൻസികൾക്ക് പണം നൽകി ദുരിതപൂർണമായ യാത്രകൾക്കൊടുവിൽ US-ലെത്തിയ ഇവർക്ക് നാടുകടത്തപ്പെട്ടതോടെ വലിയ സാമ്പത്തിക നഷ്ടമാണ് സംഭവിച്ചത്. ഈ ഏജൻസികളെ നിയന്ത്രിക്കാൻ സർക്കാർ വേണ്ടത്ര നടപടികൾ എടുക്കുന്നില്ലെന്ന് വിമർശനവും ഉയർന്നിട്ടുണ്ട്. നാടുകടത്തപ്പെട്ടവരെ പുനരധിവസിപ്പിക്കാനുള്ള ഒരു പദ്ധതിയും നിലവിൽ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല. അമേരിക്കയിലെ ഇന്ത്യൻ സമൂഹം ഈ വിഷയത്തിൽ വലിയ ആശങ്കയിലാണ്. US പൗരത്വമുള്ള ഇന്ത്യൻ വംശജർ പോലും ട്രംപിന്റെ നിലപാടുകൾ തങ്ങളുടെ കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയും എങ്ങനെ ബാധിക്കുമെന്നതിൽ ആശങ്കയിലാണ്. ഈ സാഹചര്യം അമേരിക്കയിലെ ഇന്ത്യൻ സമൂഹത്തിൽ ഒരുതരം അരക്ഷിതാവസ്ഥ സൃഷ്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ ട്രംപിന്റെ നിലപാടുകൾക്കെതിരെ വലിയൊരു വിഭാഗം ഇന്ത്യക്കാർ വോട്ട് രേഖപ്പെടുത്താൻ സാധ്യതയുണ്ടെന്നും നിരീക്ഷകർ വിലയിരുത്തുന്നു.